ബഹിരാകാശത്ത് ഒരു ജീവൻ നിലനിൽക്കാൻ എത്ര പ്രയാസമാണെന്ന് നമുക്കറിയാം. സാധാരണ സൂക്ഷ്മജീവികൾക്ക് പോലും അതിജീവിക്കാൻ കഴിയാത്ത ബഹിരാകാശത്ത് ഒരു ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുന്നു. അതും ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ. ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലാണ് മുമ്പ് അജ്ഞാതമായ ഈ ബാക്ടീരിയൽ സ്ട്രെയിൻ ചൈനീസ് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞത്. നിയാലിയ ടിയാൻഗോങ് ജെൻസിസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മിക്ക ജീവജാലങ്ങൾക്കും ജീവിക്കാനാകാത്ത സാഹചര്യത്തിൽ പോലും വളരുന്നതിനും ബഹിരാകാശ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുമുള്ള ബാക്ടീരിയയുടെ കഴിവാണ് ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിക്കുന്നത്. ബഹിരാകാശത്തെ ജീവനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പുതിയ വാതിലുകളാണ് ഈ കണ്ടെത്തലുകൾ തുറക്കുന്നതെന്നാണ് കരുതുന്നത്. സൂക്ഷ്മജീവികളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം, ഭൂമിയിലെ മാലിന്യ പുനരുപയോഗം തുടങ്ങിയ മേഖലകളിൽ ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. നിരന്തരമായ വികിരണം, മൈക്രോഗ്രാവിറ്റി, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ മൂലം ഭൂമിയിലെ ഏറ്റവും അതിജീവന ശേഷിയുള്ള സൂക്ഷ്മാണുക്കൾക്ക് പോലും തുടരാൻ പ്രയാസമുള്ള ഇടമാണ് ബഹിരാകാശം. എന്നാൽ നിയാലിയ ടിയാഗോൺജെൻസിസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ബഹിരാകാശത്ത് വസിക്കുന്ന ഈ ബാക്ടീരിയ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ പ്രതിരോധശേഷി നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ബഹിരാകാശ സാഹചര്യങ്ങളുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഭാവിയിലെ മെഡിക്കൽ, ബയോളജിക്കൽ സാങ്കേതിക വിദ്യകൾ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനവും പ്രതിരോധ ശേഷിയും സഹായകരമായേക്കാം. അതേസമയം ബഹിരാകാശ നിലയത്തിലെ ക്രൂ ക്യാബിനുള്ളിലാണ് ഈ ബാക്ടീരിയൽ സ്ട്രെയിൻ കണ്ടെത്തിയത്. ബഹിരാകാശ പേടകം പോലുള്ള അടഞ്ഞതും കൃത്രിമവുമായ അന്തരീക്ഷത്തിൽ ഇത്തരം സൂക്ഷ്മജീവികൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചുള്ള അറിവും ഈ ബാക്ടീരിയയിൽ നിന്നുള്ള ഭാവി പഠനങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ക്രൂവിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി സൂക്ഷ്മജീവികളുടെ ജീവിതം നിരീക്ഷിക്കുന്ന ചൈന സ്പേസ് സ്റ്റേഷൻ ഹാബിറ്റേഷൻ ഏരിയ മൈക്രോബയോം പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുന്നത്. പൊതുവെ നിരുപദ്രവകാരികളാണ് ബഹിരാകാശ സൂക്ഷ്മാണുക്കൾ എന്ന് തോന്നുമെങ്കിലും ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യത്തിനും ഉപകരണങ്ങൾക്കും ഇവ ഭീഷണിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം ബാക്ടീരിയകൾക്ക് വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാനും ബഹിരാകാശ പേടകങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ നശിപ്പിക്കാനും സെൻസിറ്റീവായ സിസ്റ്റങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധിക്കും. നിയാലിയ ടിയാഗോൺജെൻസിസ് ബഹിരാകാശത്ത് എങ്ങനെ പെരുമാറുന്നു, അതിജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഇത്തരം സൂക്ഷ്മജീവികൾ ഉയർത്തുന്ന ഭീഷണികൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഉള്ള ദൗത്യങ്ങൾ പോലുള്ള ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിലും ഇത് നിർണായകമായേക്കാം. ഒപ്പം ഭൂമിക്കപ്പുറമുള്ള ജീവൻ തേടിയുള്ള യാത്രയിലും ഇത് ഉപയോഗപ്രദമായേക്കാം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്.